ചെരിഞ്ഞാണോ നിക്കുന്നേ? എന്താ പറയാ, ഹൈ ഗൈസ്, നമ്മള് രണ്ടാമത്തെ വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഇന്ന് ജിം വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറെ കാലം വിചാരിക്കുന്നു ജിമ്മിന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ എനിക്ക് അതിനായിട്ടുള്ളൊരു സമയം കിട്ടാറില്ല. പിന്നെ ജിമ്മിൽ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ നിൽക്കുമ്പോഴാണെങ്കിലോ ഫുൾ ക്രൗഡ് ആയിരിക്കും. അപ്പൊ ഇന്ന് എന്തോ കുറച്ച് തിരക്ക് കുറവാണ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ട്രൈപോഡും കാര്യങ്ങളും മൈക്കും ഒക്കെ കൊണ്ടുവന്നോണ്ട്, മൈക്കിന്റെ അല്ല കൊണ്ടുവന്നോണ്ട് ഞാൻ വിചാരിച്ച് എടുക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇൻട്രൊഡക്ഷൻ നമുക്ക് വലിയ കാര്യമില്ലല്ലോ, അപ്പൊ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ ഇന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളെ കൂടെ നമ്മൾ ഒറ്റയ്ക്ക് മാത്രമല്ല കേട്ടോ. ഇത്രയും ഒരു 1 വീക്കായിട്ട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു വർക്ക്ഔട്ട് ചെയ്തോണ്ടിരുന്നേ. അപ്പൊ ഒരാള് ഗോവയ്ക്ക് പോയതായിരുന്നു. അപ്പൊ ആള് വന്നിട്ടുണ്ട്. അപ്പൊ ആള് വന്ന് നിൽക്കുമ്പോഴേക്കും ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദിസ് ഈസ് മൈ കോച്ച് സാബിത്ത്. എന്റെ കോച്ച് മാത്രമല്ല, എന്റെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ആളും കൂടെയാണ്. അപ്പോ പറ. അപ്പൊ ഇന്ന് എന്റെ ചാനൽ ഞാനാണ്. അപ്പൊ എന്താ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വർക്ക്ഔട്ട് വീഡിയോ ആണ്. അപ്പൊ ഇന്ന് എന്താ നമ്മള് കളിക്കുന്നത്? ഞാൻ കുറച്ച് വർക്കൗട്ട് ട്രിപ്പിലായിരുന്നു എത്തി. സോ അത് റീസ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് തുടങ്ങാണ്. ഏതോ ഞാൻ പ്രൈസ് നോക്കട്ടെ. അപ്പോൾ അപ്പുറത്തുണ്ടോ പോയാ. അപ്പൊ അങ്ങനെയാണ്. ഇപ്പം ചെസ്റ്റിൽ തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ ചെസ്റ്റ് ട്രൈ കാരണം ഞാൻ സാറ്റർഡേ ഫുൾ ബോഡി വർക്ക്ഔട്ട് ആയിരുന്നു ചെയ്തത്. അപ്പൊ ചെയ്ത് പിന്നെ ഞായറാഴ്ച ആയപ്പോഴത്തേക്കും അന്ന് വർക്ക്ഔട്ട് ചെയ്ത് അന്ന് തന്നെ ഞാൻ പീരീഡ്സ് പോയി. അപ്പൊ അതുകൊണ്ട് നല്ല രീതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് ഉറക്കം ഇപ്പോഴും റെഡിയായി വരുന്നില്ല. എന്തായാലും ഫുള്ള് റെഡിയായി കൊണ്ടുപോകണം. വർക്ക്ഔട്ടാണ് ഞാൻ ഇപ്പോഴാണ് ഒക്കെ സെറ്റായി കൊണ്ടുവരുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഇനി അങ്ങോട്ട് സെറ്റ് ആക്കണം എന്നുള്ളൊരു രീതിക്കാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഓണായി കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ കണക്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമുക്ക് വർക്ക്ഔട്ടിനെ നല്ല സെറ്റാക്കി പമ്പാക്കി കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ഒരു 1 വീക്ക് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ബോഡിക്ക് നല്ല മാറ്റമാണ്. കാരണം ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ നല്ല രീതിക്ക് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു വർക്ക്ഔട്ട്. അപ്പൊ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് എടുത്ത സമയത്ത് എനിക്ക് നല്ല രീതിക്ക് മസിൽ മാസ് ആയിക്കോട്ടെ, ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടണം, പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ 1 വീക്ക് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് അത്യാവശ്യം മാറ്റം വരാൻ തുടങ്ങി. നല്ല രീതിക്ക് സൈസ് വെക്കാൻ തുടങ്ങി. ഇപ്പൊ വലിയ ഗെറ്റപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇനി പതുക്കെ വെയിറ്റ് ലിഫ്റ്റ് കൊണ്ട് നടന്ന പോലെ തന്നെ എനിക്ക് കാർഡിയോ ചെയ്ത് വരണം. ഞാൻ കാർഡിയോ ഇപ്പൊ ചെയ്ത് വന്നിട്ടില്ല. ഇനി കാർഡിയോ ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ചൊന്ന് എക്സസൈസ് ചെയ്യും. നമ്മള് ആദ്യം തന്നെ വാമ ചെയ്യാണ്ട് നമ്മള് ആദ്യം പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനും പോയി. എന്നെ കൂടുതലതോ നമുക്ക് വാമ കഴിഞ്ഞു. നമുക്ക് അടുത്ത് ഫസ്റ്റ് ഏതാ? നമുക്ക് ഫ്ലൈസ് ഫസ്റ്റ് ഫ്ലൈസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാമ ചെയ്തിട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മള് വെയിറ്റ് കൂട്ടിയിട്ട് നമുക്ക് റെപ്സ് ചെയ്യാം. നല്ല ഫുൾ ബോഡി ചെയ്തതുകൊണ്ട് ഞാൻ സാറ്റർഡേ ഫുൾ ബോഡി ചെയ്തതുകൊണ്ട് നല്ല വേദന ഉണ്ട് ഇപ്പോഴും. ഇപ്പോൾ രണ്ടാമത്തെ ഫസ്റ്റ് നമ്മള് ഫ്ലൈസ് ചെയ്ത് ഇനി രണ്ടാമത്തെ ചെയ്യാൻ പോകുന്നത് ഡംബിൾസ്. ഫസ്റ്റ് 5 kg വെച്ച് തുടങ്ങാം. എന്നിട്ട് നമുക്കൊരു 7 kg വെച്ച് തുടങ്ങാം അല്ലെ ചെയ്യാം. അടുത്ത നമ്മള് 7.5 എടുക്കുന്നത്. എന്തോന്ന് അറിയില്ല, ഇത് പൊന്തിക്കഴിഞ്ഞാൽ ഞാൻ 10 എടുക്കും. നോക്കട്ടെ, ഞാൻ 10 എടുക്കുന്നു. 10 റെപ്സ് എടുക്കും. പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് 10 എടുക്കാൻ പറ്റും. എന്തായാലും നമുക്ക് 7.5 കിട്ടുന്നില്ല. 7.5 നമുക്ക്
ലാസ്റ്റ് പിടിക്കാം. ഇൻക്ലൈൻ ആണ് നമുക്ക് ചെയ്യുന്നത്. ഇൻക്ലൈൻ ചെയ്തിട്ട് ഞാൻ അതോടെ നിർത്തുന്നത്. കാരണം ഒന്നാമത് എനിക്ക് പീഡ്സ് അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം മതി വിചാരിച്ചു ഞാൻ ഇങ്ങനത്തെ ട്രൈബ്സ് കാണിക്കാൻ വിചാരിച്ചു. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കലില്ല. ഒന്നും എന്തായാലും ഇത് ചെയ്യുന്നില്ല. ട്രൈസ് നല്ല ക്രൗഡുണ്ട്, കാര്യങ്ങളുണ്ട്, വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് കുറച്ച് മൊബൈലിലേക്ക് നോക്കി മടി, അതിന്റെ പേര് പീരിയഡ്സ് ഒന്നും മടി. നല്ല ജീവിതം വലിയ ഓറൊക്കെ എടുത്തായിരുന്നു. അതൊക്കെ ഫോം കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഫോം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മെല്ലെ ബുക്ക് ഒന്ന് മാത്രം ബുക്ക് ചെയ്തിരിക്കും. ഐ ക്യാൻ ഡു ഇറ്റ്. അങ്ങനെ നമ്മുടെ വർക്കൗട്ട് 3 വർക്കൗട്ട് ഞാൻ ജസ്റ്റ് 3 വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ വലിയ ഇതിൽ ട്രൈസ് ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്തോ ഞാൻ ഒട്ടും ഓക്കെ അല്ല. എന്തോ ഒരു നെഗ് എനിക്ക് ഫീൽ അടിച്ച്. അപ്പൊ ഞാൻ പിന്നെ ഞാൻ നാളെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാക്കി. അപ്പൊ ഞാൻ എന്തായാലും ആകെ 3 വർക്കൗട്ടല്ലേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു മൊബിലിറ്റി എക്സസൈസ് ചെയ്യാം. അങ്ങനെ വിചാരിച്ച് ഞാൻ ഇവിടുന്ന് ചെയ്യാൻ വിചാരിച്ചു. ഇപ്പൊ എന്തായാലും നമ്മള് കാർഡിയോ സെക്ഷനിലേക്കാണ്. അപ്പൊ ഇനി ഇവിടുന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയി കിടക്കാം. എനിക്ക് എന്തോ തീരെ ആവുന്നില്ല. ഒന്നാമത് മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷെ എന്തോ മൈൻഡ് എവിടെയോ ഒന്ന് കട്ടായിപ്പോയി. എന്തായാലും എടുത്ത സ്ഥിതിക്ക് എന്തായാലും എനിക്ക് പോസ്റ്റ് ചെയ്യണം എന്ന് എന്റെ അപ്പൊ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. ഇനി കുറച്ചും കൂടെ അടിപൊളി ബെറ്റർ ആക്കി വരും. അപ്പൊ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ചെക്ക് ഹലോ. അപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് വാമപ്പും കാര്യങ്ങളും മൊബിലിറ്റി എക്സസൈസ് ഒക്കെ ചെയ്തു. അപ്പൊ ഞാനത് വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു. ബട്ട് ഇത് യാദൃശ്ചികമായിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. കാരണം ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. ഇവിടെ ഫസ്റ്റ് വന്നപ്പോൾ തീരെ ക്രൗഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തോ ഞാൻ പെട്ടെന്ന് അവനോട് പറഞ്ഞു ഈ വരുമ്പോൾ മൈക്ക് എടുത്തോ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈപോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ബട്ട് ഞാൻ ചാർജിലിടാൻ മറന്നുപോയി ഫോൺ. അപ്പൊ അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം ഫോണില് ബാറ്ററി തീരാനായി. പിന്നെ നല്ല മഴയും വരുന്നുണ്ട്. പിന്നെ എനിക്ക് തീരെ പറ്റുന്നില്ല. പിന്നെ അതാ ആപ്സ് കളിച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞിട്ട് എന്തായാലും പോകുന്നതായിരിക്കും. ഒന്നാമത്തെ കാര്യം ഒട്ടും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല വർക്കൗട്ട് ചെയ്തതിന്. അതെന്താണെന്ന് അറിയത്തില്ല. എല്ലാവർക്കും ഒരേപോലെ എല്ലായ്പ്പോഴും ആയിക്കോളുന്നില്ല. ഞാൻ സാറ്റർഡേ വർക്കൗട്ട് ചെയ്ത് ഞാൻ നല്ല രീതിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പൊ എല്ലാ സമയത്തും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിക്കൊള്ളില്ല. പക്ഷെ നമ്മൾ ചെയ്തേ പറ്റൂ. നമ്മളിപ്പോ ഓക്കെ അല്ലെങ്കിലും വെറുതെ ഇരിക്കുന്നതിനോട് ഏറ്റവും നല്ലത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. മറ്റേത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തിട്ടില്ലല്ലോ ആ ഒരു സംഭവം വരും. പക്ഷെ നമ്മളൊന്നും ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് അടുത്ത വീഡിയോയില് നമുക്ക് നല്ല രീതിക്കുള്ള ഒരു വീഡിയോ എടുക്കണം. കാരണം ഇന്ന് കുറച്ചൊരു ഇൻസിഡന്റ് ഉണ്ടായെങ്കിൽ കുറച്ചൊരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായി ചെയ്യുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് എല്ലാ പുതിയ കോണ്ടന്റ് ക്രിയേറ്റർക്കും വരുന്ന ഒരു സംഭവമായിരിക്കാം. എനിക്ക് എന്തായാലും നല്ല രീതിക്കൊരു നെഗറ്റീവ് ഫീൽ അടിച്ചു. അപ്പൊ അതും കൂടെ അവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും എന്താ അറിയത്തില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ. അപ്പൊ ഞാൻ മുകളിൽ വന്ന് ഞാൻ എന്റെ മൊബിലിറ്റി എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു, സെറ്റാക്കി ഒക്കെ റെഡി ആക്കി. ബട്ട് ഇപ്പോഴും എനിക്ക് എന്തോ ഭയങ്കര ഇൻസെക്യൂരിറ്റി. നമ്മളെ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്കതൊരു എന്താ പറയാ വേറൊരു രീതിക്ക് കാണുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണെന്നുള്ളത്. നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കാണുക, ഇഷ്ടമല്ലെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ സ്കിപ്പ്. ഇനി അത്രേ പറയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് നമുക്ക് കാണാം. ബൈ ഗൈസ്. ഞാൻ വീഡിയോസ് റെഗുലർ ആയിട്ട് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്ത് ഞാൻ എടുത്തിട്ടാണ് ഞാൻ ബ്ലോഗ് ഡേ ഇൻ മൈ ലൈഫോ വലിയ കാര്യമില്ല എടുത്തിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിനി എന്റെ ഡേ ലൈഫ് എന്റെ റൂട്ടീനോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പൊ ഓക്കെ. അപ്പോ എന്തായാലും എല്ലാവർക്കും കണ്ടതിൽ സന്തോഷം. ഇനി എന്തായാലും ഇതിനെക്കാട്ടും ഞാൻ പറയാനുള്ളൂ. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇനി ഞാൻ ബെറ്റർ ആക്കി വരും വീഡിയോസിലായിക്കോട്ടെ എന്തായിക്കോട്ടെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ബൈ.